Strike. That's a big one, guys. That's a big one. That's a big one. എൻ്റെ പൊന്നു guys. Fish on, fish on. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കേരള ബോയ് ഫിഷിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് വീഡിയോ ആണ്. കാരണം വെച്ചാൽ നമ്മൾ ലേറ്റായിട്ടാണ് ഓൾറെഡി വന്നത്. ഒരു ഫ്രോഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. സിമ്പിൾ സാധനം, പക്കാ പൊളി സാധനമാണ്. ഇതേ ഇരിക്കുന്നുണ്ട, ബേബി സിങ്ക എന്ന് പറഞ്ഞ സാധനമാണ്. ഓക്കെ, പെട്ട സാധനമാണ്, ഒരു രക്ഷല്ല. എൽ ഷേപ്പ് വരുന്ന സ്പിന്നേഴ്സാണ് വരുന്നത്. നല്ല കുളു എന്നുള്ള ശബ്ദമാണ്. ഇതേ നല്ല ക്വാളിറ്റി ഉണ്ട്. സത്യം പറയാമല്ലോ, ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ഇപ്പോൾ അതേ ഒരു 3 മിനിറ്റ് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കിടിലൻ വീഡിയോ ഉണ്ട്, ജസ്റ്റ് ഒന്ന് പോയി കണ്ടേക്കിട്ടോ. ഓക്കെ, നല്ല ഹുക്ക് പ്രേഷൻ ഉണ്ട്. പക്ക ഹുക്ക് പ്രേഷൻ വെച്ചാൽ പക്ക ഹുക്ക് പ്രേഷനാണ്. നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റി നന്നായിട്ടുണ്ട്. കാരണം 2-3 പ്രാവശ്യമൊക്കെ ഇത് ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ചെയ്ത് ഹുക്ക് കിടക്കും. എന്നിട്ടും മീൻ ചറ അടിയാണ്. നല്ല അടിപൊളി റിസൾട്ടാണ്. പിന്നെ വീഡിയോ കാണുന്നവർ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൊടുക്കുക. കിടിലൻ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ പോയി കണ്ടേക്കട്ടെ, അപ്പൊളിയാണ്. മനസ്സ് പറയണേ, മെല്ലെ കണ്ട് എറിഞ്ഞു കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ അടിക്കുക. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടുത്തെ മീനൊക്കെ പിടിച്ചിട്ടുണ്ടായി. എങ്ങനെയാ 2 വീഡിയോ ഇടുമ്പോൾ വൈറലായില്ലേ സാധാരണ. ഓ, സ്ട്രൈക്ക് ഗൈസ്. ഏത് കണ്ണ സ്ട്രൈക്ക് കിട്ടിയത്? ലക്കുണ്ടെങ്കിൽ നമുക്കടിക്കും. ഇപ്പുറത്തുനിന്ന് അടിച്ച് എൻ്റെ പൊന്നു ഗൈസ്. ഫിഷ് ഓൺ, ഫിഷ് ഓൺ. നൈസ്, കുഴപ്പമില്ല കേട്ടോ സാധനം, കുഴപ്പമില്ല. ഇറ്റ്സ് എ ഗുഡ്. വലിയ വലിപ്പമൊന്നുമില്ല പക്ഷെ ഓ ഗുഡ് വൺ, ഗുഡ് വൺ. എടുത്തുട്ടാകും, ഉണ്ടാക്കിയൊക്കെ എടുത്തു. സിങ്ക, ബേബി സിങ്ക, അതാണ് നമ്മളുടെ ചെക്കൻ. നാടനാണല്ലോ കുട്ടാൻ. ഗ്രിപ്പർ എടുക്കാത്ത വെറുതെ എന്നാ കടി ഞാൻ വാങ്ങുന്നത്. ഇരിക്കുന്നുണ്ട് ബേബി സിങ്ക. നല്ല റിസൾട്ട് ഉണ്ട്. കാരണം നല്ല എൽ ഷേപ്പ് വരുന്ന സ്പിന്നേഴ്സാണ് വരുന്നത്. നല്ല ബ്യൂട്ടി ആയിട്ട് ആ വെള്ളം ഇങ്ങനെ തെറിച്ച് വരണുണ്ട്. ഇനി ഏത് ബ്രാൻഡിനായാലും ഒന്ന് അടിക്കാൻ തോന്നും. ഓക്കെ, അതെ, ഒരു 250 ഗ്രാം, 200 റേഞ്ച്, 200 ഗ്രാം ആ റേഞ്ചൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഓക്കെ, കണ്ടില്ലേ, നല്ല ഹണ്ണാക്കി എടുത്തിട്ടുണ്ട്. കുഞ്ഞ ഫ്രോഗ് ആയതുകൊണ്ട് നല്ല റിസൾട്ടാണ്. ഓക്കെ, നമുക്ക് ക്വാളിറ്റീനെ പറ്റിയിട്ട് കുറച്ച് മീൻ പിടിച്ചതിൻ്റെ ശേഷം പറയാം. ഓക്കെ, മീൻ നമുക്ക് എടുക്കാം. കടിക്ക് പൊളിക്ക് വരും. ബ്രാവോടെ ബേബി സിങ്കാട്ടാ. ഈ കണ്ടില്ലേ, നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റാണ്. ഓക്കെ, അപ്പോൾ എൽ ഷേപ്പ് സ്പിന്നേഴ്സ് തന്നെയാണ്. നല്ല റിസൾട്ട് ഉണ്ട്. ഇനി ബാക്കി ക്വാളിറ്റി ഇതിനൊക്കെ കുറിച്ച് ഞാൻ കുറച്ച് മീനെ പിടിച്ചതിൻ്റെ ശേഷം പറയാം കേട്ടോ. Strike. That's a big one, guys. That's a big one. That's a big one. കുഴപ്പമില്ലാത്ത സൈസ്, നല്ല സൈസ് ഉണ്ട്. അല്ല, നല്ല സൈസില്ല, കുഴപ്പമില്ലാത്ത സൈസ്. അയ്യോ, ഓ വണ്ടപ്പൻ. ബിഗ് വൺ ഗൈസ്, ബിഗ് വൺ ഗൈസ്, ബിഗ് വൺ എന്ന് വെച്ചാൽ ബിഗ് വൺ ഗൈസ്. ചുമ്മാ പറയില്ല, ഇറ്റ്സ് എ ബിഗ് വൺ. ബിഗ് വൺ. സെറ്റ് സാധനം, സെറ്റ് സാധനം എന്ന് വെച്ചാൽ സെറ്റ് സാധനം. എൻ്റെ പൊന്നു ഗൈസ്, കൈ വിളിച്ച് കിട്ടില്ല സാധനം കേട്ടോ. ഓക്കെ,
ഗ്രിപ്പർ എടുക്കാത്ത കഷ്ടപ്പാടാണ് ഈ ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ബിഗ് വൺ ഗൈസ്, ബിഗ് വൺ. ഒരു 400 ഗ്രാം, 450, 500, അര കിലോൻ്റെ സൈസുള്ള സാധനം കേട്ടോ. നോക്കിയേ, കടിച്ചില്ല. നോക്ക്, എൻ്റെ ഈ കൈമുട്ടിൻ്റെ ഇത്ര വലിപ്പമുണ്ട് കേട്ടോ ആൾക്ക്. കണ്ടില്ലേ, സെറ്റാണ്. നല്ല നാടൻ സാധനം കണ്ടില്ലേ, നല്ല യെല്ലോ ഷെയ്ഡ് കയറിയിട്ടുണ്ട്. പെർഫെക്റ്റ്. എടുത്ത സാധനം കണ്ടോ നിങ്ങൾ? സെയിം ഫ്രോഗാണ്, ബ്രാവോടെയാണ്. ബേബി സിങ്കയാണ്. കിണ്ണ സാധനമാണ്, കിട്ടില്ല റിസൾട്ടാണ്. പക്കാപ്പൊളി സാധനമാണ്. എനിക്ക് യൂസ് ചെയ്തതിൽ എനിക്ക് നല്ല എക്സ്പീരിയൻസ് പറയാനുള്ളത്. നല്ല സ്പിന്നേഴ്സാണ്, നല്ല ശബ്ദം ഉണ്ടെന്ന് വെച്ചാൽ നല്ല സ്പിന്നേഴ്സ്. സാധനം കടയിൽ ഉണ്ടെങ്കിൽ, ഷോപ്പേഴ്സിൽ ഉണ്ടെങ്കിൽ സാധനം വാങ്ങിച്ചോ, പക്ക സാധനമാണ്. ഇത് ഇപ്പോൾ 2 മീന തുടക്കം ഇട്ടിട്ടുള്ളൂ ഞാൻ. ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, ഇങ്ങനെയൊക്കെ കയറിയിട്ടുണ്ട്. സീരിയസ്ലി പറയാമല്ലോ, ഫ്രോഗ് കയറി, ഹുക്ക് കയറിയിട്ട് ഇപ്പുറത്ത് കൂടെ ഒക്കെ വന്നിട്ടുണ്ട്. നേരത്തേലും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രശ്നവുമില്ല, നീറ്റാണ്. ധൈര്യമായിട്ട് എടുക്കാം. ഓക്കെ, വായൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല സീനപ്പൊളി സാധനം കണ്ടില്ലേ, കിണ്ണ സാധനം. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ സത്യത്തിൽ. നല്ല അടിപൊളി മീനും അടിപൊളി ഫ്രോഗാണ്. നൈസായിട്ട് ഫോണിൻ്റെ ബാറ്ററി ഇതായി. മറ്റാൾ വന്നണ്ട, ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. മറ്റാൾ ഈ കരക്ക വന്നിപ്പുണ്ട്. ഇപ്പം ഞാൻ അങ്ങോട്ട് എറിയുമ്പോൾ അവൻ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് എറിയുമ്പോൾ അങ്ങോട്ടും. സ്ട്രൈക്ക്. ഫിഷ് ഓൺ ഗൈസ്, ഫിഷ് ഓൺ. അയ്യോ, പണി. ഇറ്റ്സ് ബിഗ് പണി. പെടേടാ, നിനക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരണമെന്നില്ലേ? ഒരു രക്ഷല്ല, മീനെടുക്കാനും പറ്റില്ല അങ്ങനെയാണെങ്കിൽ. ഓക്കെ ഗൈറ്റ്, പൊട്ടിപ്പൂടാ, പെടയടാ. മീനെടുക്കാൻ രക്ഷല്ല ഗൈസ്, അപ്പുറത്ത് വെള്ളമാണ്. പൊട്ടു മീൻ. ഒരു രക്ഷയില്ല, കാരണം ഇവിടെ വെള്ളമാണ്. കണ്ട കാടിൻ്റെ ഇടയിലൊക്കെ പോയി പൊട്ടിപ്പോലോടാ. ഒരു രക്ഷയില്ല ഗൈസ്. കാടാണ്. അവിടേക്ക് വെള്ളം. അത് തോടാണ്, ഇത് തോടാണ് കണ്ടില്ലേ. ഇനി അധികം കളിച്ചപ്പോൾ തോട്ടിക്കായിരിക്കും. എൻ്റെ മീൻ കെടുക്കണമൊക്കെ ഇഷ്ട സൈസ് തന്നെ വിട്ട മീൻ. വടിയുമ്പോൾ കുടുങ്ങിയില്ല, വെറുതെ ഇല്ല. അയ്യോ, മീൻ പോയി. പക്ഷെ എന്ത് കാര്യമുണ്ട്. ചിലപ്പോൾ ചവിട്ടിയാൽ തോട്ടിക്കായിരിക്കും. വേണ്ട, നേരെ കൊള്ളാന്ന്. മീനെ കിട്ടാൻ വഴിയില്ല. മീൻ കിടക്കുന്നുണ്ട്. കിട്ടിയാൽ നിൻ്റെ ഭാഗ്യം, കിട്ടിയില്ലെങ്കിൽ മീനെ കിട്ടിയില്ല. ഗൈസ് സത്യം പറയട്ടെ, കട്ടലക്കാണ്. കട്ടലക്കെന്ന് വെച്ചാൽ കട്ടലക്കാണ്. ഒരു 300 ഗ്രാം നല്ല നീളമുള്ള സാധനം. അതാ പുല്ലി കുടുങ്ങിപ്പോയി. കറക്റ്റാ പുല്ലി കുടുങ്ങി. ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങിയത്. നല്ല ഭാഗ്യമുണ്ട് നമുക്ക് കേട്ടോ. വേറെ രക്ഷല്ല, വലിച്ചെടുക്കാന്നല്ലാതെ കാടിൻ്റെ ഉള്ളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ
വെച്ചിട്ടാ കണ്ടില്ലേ, നല്ല കുഞ്ഞ സാധനം, പക്ഷേ നല്ല പക്ക റിസൾട്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. സീരിയസ്ലി പറയാമല്ലോ, ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് മനസ്സിലായി നല്ല ക്വാളിറ്റി ആയിരുന്നു. ഇത്രയധികം ഹുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ കയറിയിട്ട് പോലും ഒരു കംപ്ലൈൻറ്റ് ഇല്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ. അതാണ്, അതിലാണ് ക്വാളിറ്റി കാണിക്കുക, മനസ്സിലായോ? മഴയാണ്, മീനടിക്കുമോ ഒക്കെ ഭാഗ്യം പോലെ ഇരിക്കും. സ്ട്രൈക്ക് ഫിഷാണ്. ഫസ്റ്റ് ഫിഷ് മോർണിംഗ് കാസ്റ്റ് ചെയ്തു. മഴയത്ത് മീനടിക്കും ഗൈസ്, കൺഫേം ആയിട്ട് അടിക്കും. നാടനാണ്, നീളമുള്ള ടൈപ്പ് നാടനാണ്. കണ്ടില്ലേ, കുഴപ്പമില്ല കേട്ടോ. ഒരു 150 ഗ്രാമുള്ളൂ, 150-200 ഗ്രാം ഉണ്ടാവുള്ളൂ, അത്ര തന്നെ ഉള്ളൂ. കണ്ടില്ലേ, ഓക്കെ. എടുത്ത ഫ്രോഗ് കണ്ട, ബേബി അഗ്സാട്ടാ, കണ്ടില്ലേ, നല്ല ഫ്രോഗാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, കാസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. നല്ല സ്പിന്നേഴ്സാണ് വരുന്നത്, കാരണം ആ സ്പിന്നേഴ്സിൻ്റെ ഗുണം കാരണമാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത്. പിന്നെ എടുക്കുന്ന മീനുകളുടെ ഒക്കെ വയയുടെ ഉള്ളിലേക്കായിരിക്കും ഹുക്ക് കയറുക. കണ്ടില്ലേ, കുഞ്ഞ ഫ്രോഗാണ്, എൽ ഷേപ്പ് സ്പിന്നേഴ്സ് വരുന്ന കാരണം നല്ല ശബ്ദമുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല മീൻ, അത്യാവശ്യം അധികം മീനെ പിടിച്ചു തോന്നേ. ഓക്കെ, എടുത്ത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവും. എടുത്ത് നോക്കുക, റിസൾട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഡൗൺ ചെയ്യുക, അത്രേ ഉള്ളൂ. സ്ട്രൈക്ക് ഗൈസ് നോക്കിയാൽ മീനടിച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര വലിയ ഉക്കപ്പൊന്നും കൊടുക്കണ്ട, അങ്ങനെ ഉക്കപ്പ് ചെയ്താൽ സാധനം കിട്ടും. കണ്ട വലിപ്പുണ്ടല്ലോ. മീനടിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ധൃതി പിടിച്ച് വലിക്കണം, കുറേ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. എനിക്ക് ഒറ്റ കാര്യം പറയുള്ളൂ, അത്ര ധൃതി പിടിച്ചൊന്നും വലിക്കണ്ട. മീനടിച്ച് ഞാൻ ക്യാമറ ഓണാക്കി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടതിന് ശേഷമൊക്കെ ഞാൻ ഹുക്കപ്പ് ചെയ്യുന്നു. കണ്ടില്ല, അങ്ങനെ ചെയ്താൽ മതി, അല്ലാതെ വെറുതെ ധൃതി പിടിച്ചിട്ടൊന്നും ഹുക്കപ്പ് ചെയ്യണ്ട. ഓക്കെ, ഞാൻ ചെറുതാന്ന് വിചാരിച്ചിട്ടിരിക്കട്ടെ ഹുക്കപ്പ്. മീനടിച്ചപ്പോളേ കുഞ്ഞനാന്ന് വിചാരിച്ച് ചെറിയൊരു അടി അടിച്ചുള്ളൂ. തള വലുപ്പമുണ്ട് കേട്ടോ, കണ്ടില്ലേ, 200 ഗ്രാം ഉണ്ടാവും റേഞ്ച്. കണ്ടില്ലേ, നല്ല സാധനം കേട്ടോ, ഒരു യെല്ലോ ഷെയ്ഡൊക്കെ കയറിയിട്ടുണ്ട് എന്നിട്ട് ആൾക്ക്. ഇത് എടുത്താൽ കണ്ടില്ലേ, ബ്രാവോടെ ബേബി സിങ്കാട്ടാ, നല്ല റിസൾട്ട് ഉണ്ട്. നല്ല നോർമലായിട്ട് നേരത്തെ പറഞ്ഞ പോലെ നല്ല റിസൾട്ട് ഉണ്ട്, പക്കാ നീറ്റാണ്. ആ സ്പിന്നേഴ്സിൻ്റെ ശബ്ദം കാരണമാണ് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഭയങ്കരമായിട്ട് വരുന്നത്, ഭയങ്കര ശബ്ദമുണ്ട്. ഓക്കെ, ഡാറ്റ ഫ്രോഗ് ഇതാ.